സവാള അരിഞ്ഞത് 900 ഗ്രാം, വെളുത്ത ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, ക്യാരറ്റ്, ചപ്പ്, പുതിന, 2 നാരങ്ങ, വലിയ ജീരകം, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, ബിരിയാണി മസാല, പിന്നെ ചിക്കന് 1.5 കിലോൻ്റെ ചിക്കൻ കേട്ടോ. ഏകദേശം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ തൈര് 1/2 പാക്കറ്റ്. ഇനി നമുക്ക് ബിരിയാണിയിലെ പ്രോസസ്സിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് എണ്ണ ഓയിൽ ഒഴിക്കാം. അതിനുശേഷം നമുക്ക് 1 സ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് 4 മുളക്, പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ശരിക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്കൊന്ന് അരി കഴുകിയെടുക്കാം. ഒരു 1.5 കിലോൻ്റെ അരി ആട്ടോ നമ്മളിന്ന് ബിരിയാണിക്ക് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നത്. 1.5 കിലോ അരിയും 1.5 കിലോൻ്റെ ചിക്കനും കൂടി ഉണ്ടാണെന്ന് ഇന്നത്തെ നമ്മുടെ ബിരിയാണി റെഡിയാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്ത ഉള്ളി ചതച്ചത് നമുക്കൊരു പകുതിയോളം ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ഒരു പ്രോസസ്സ്, അതായത് നമ്മുടെ ബിരിയാണി റൈസ് റെഡിയാക്കുമ്പോൾ അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. അത് ഇട്ട് കൊടുത്താൽ നമ്മളെ റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നമുക്ക് അരിഞ്ഞ് വെച്ച് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അതൊന്ന് ശരിക്കും നമുക്ക് വാട്ടി നല്ല വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പം അത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു വലിയ 2 സ്പൂൺ ബിരിയാണി മസാല കേട്ടോ. ഇതെല്ലാം കൂടി പൊടിച്ച് എടുത്ത മസാലയാണ് ബിരിയാണി മസാല. അത് 2 സ്പൂൺ ആഡ് ചെയ്യാം. ഇനി നമുക്കൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കന് ആഡ് ചെയ്യാം. ചിക്കനൊന്ന് ശരിക്കും നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഉപ്പ് പാകത്തിന് നമ്മൾ പാകത്തിന് ഇട്ട് കൊടുക്കാം. അത് ഒരുപാട് കൂടാൻ പാടില്ല, എന്നാൽ കുറച്ച് മുന്തി നിൽക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി നമുക്ക് അതിലോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 സ്പൂണോളം ചെറുനാരങ്ങ നീര് മതി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നാക്കി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇറച്ചിയിലൊക്കെ ശരിക്ക് അതിനെ മസാല പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി ശരിക്കും ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലോട്ട് തൈര് ആഡ് ചെയ്യാം. 1 കപ്പ് തൈര്, ഒരു 1/2 കപ്പ് തൈര് വരും കേട്ടോ. തൈരും ഇതിലോട്ട് മിക്സ് ചെയ്ത് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് മൂടി ഒരു 10 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇറച്ചിയെല്ലാം വിട്ട് കണ്ടോ, എല്ലുമ്പോൾ നല്ല ഇറച്ചിയെല്ലാം വിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇറച്ചി നമ്മളെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ബിരിയാണിക്കുള്ള മസാല കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് പാത്രം വെച്ച് കൊടുക്കാം. വെള്ളം പാർന്ന് അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ്, 1 സ്പൂൺ ഉപ്പ് നമ്മളെപ്പോഴും മുന്തി വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് മരുന്ന്, അതായത് കറുപ്പട്ട, ഏലക്കായ്, കരാമ്പു ഇട്ട് കൊടുക്കുക.
പിന്നെ നെയ്യ് ഒരു 100 ഗ്രാം നെയ്യാണ് ഇപ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മൾ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള നെയ്യാണ്. ഒരു 1/2 സ്പൂൺ ചെറുനാരങ്ങ നീര്. പിന്നെ ഡാൽഡ നമുക്ക് ഏകദേശം ഒരു 50 ഗ്രാം ഡാൽഡ നമുക്ക് ഒഴിക്കുക, വെള്ളത്തിലേക്ക് ഒഴിച്ചെടുക്കുക. അത് ഒഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ചോറിന് നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മുളകൊക്കെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ നമുക്ക് ചോറ്റക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ശരിക്കൊന്ന് തിളച്ച് വരട്ടെ, ഒന്ന് മിക്സ് ചെയ്ത് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സംഗതി എന്താണെന്നുള്ളത് നോക്കാം. കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത്, ഉപ്പ് കുറവുണ്ടോയെന്ന് സംശയം. പിന്നെ മൂടി വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമുക്കിതിലോട്ട് ഇനി നമ്മുടെ അരി കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ക്യാരറ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യണത്. ഓക്കെ, നല്ല തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി ഉപ്പും അതിൻ്റെ എല്ലാ ടേസ്റ്റ് ഒക്കെ ഒരു കാഭാഗം വെന്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു തക്കാളി അരിഞ്ഞതും ഈ റൈസൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് റൈസിന് മാത്രം നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിന് മസാല ഇല്ലെങ്കിൽ നമുക്ക് റൈസ് മാത്രമാണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അടുത്ത കടമ്പിൽ കടക്കാം. നമ്മൾ കുറച്ചും കൂടി കറിവേപ്പില, അതുപോലെ നമ്മുടെ ചപ്പ് പുതിന ഒന്നും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റൈസ് വെന്ത് നമ്മൾ ദം ചെയ്യുകയാണ് ഇപ്പോൾ. അതിൻ്റെ പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഗരം മസാല ഇട്ട്, മല്ലിച്ചപ്പും പുതിനയും ഇട്ട്, റൈസും ഇട്ട് നമ്മൾ ബിരിയാണി ദം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു കളറിന് വേണ്ടി നമുക്ക് മഞ്ഞ പൊടി കലക്കിയ കുറച്ച് കളർ വെള്ളം നമ്മളതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു കളർഫുള്ളിന് വേണ്ടി. അപ്പോൾ അങ്ങനെ നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനമായി ദം ഒരു 10-15 മിനിറ്റ് നമ്മൾ ചെറിയ ദം ബിരിയാണി ഇവിടെ റെഡി ആയി വന്നിരിക്കുകയാണ്. നമുക്കത് സെർവ് ചെയ്യാം. ഷൈമ വാടാ, നമ്മുടെ ചിക്കൻ ബിരിയാണി കഴിച്ച എൻ്റെ അഭിപ്രായം പറയടാ.
ഷൈമ കഴിക്ക് എങ്ങനെടാ ബിരിയാണി എങ്ങണ്ട്? സൂപ്പർ ബിരിയാണി, നല്ല കിടുക്കാച്ചി ബിരിയാണി, ചോടിഞ്ഞുള്ള ഐറ്റംസ്.